ചേട്ടനെന്താ ഒരു ശ്വാസം മുട്ടല് പോലെ? ഏയ് ചേട്ടാ, സിഗരറ്റിന്റെ മണം പിടിക്കാഞ്ഞിട്ടാണ്. അതിനെന്താ, അതിനും വഴിയുണ്ട്. നമുക്ക് മണം വരുത്തിക്കളയാം. എങ്ങനുണ്ട്? ആ ദീർഘോലി, നീ ആ പെട്ടി മുഴുവൻ കാലിയാക്കൂടാ. ഏയ്, ഞാനൊന്നിനും തൊട്ടിട്ടേ ഇല്ല. നീ ആ ഷർട്ട് വെച്ചേ. ഏയ്, ഒന്നുമില്ലെന്നേ. ഷർട്ട് എന്താ ഇങ്ങനെ? നിങ്ങൾ നോക്കിയേ. ഇങ്ങോട്ട് മാറി. ഞാൻ പോവാ. അല്ല, വിടല്ലേ? ആ ഷർട്ടിനകത്ത് കുനിയൻ. എല്ലാം അടിച്ചിട്ട് ഒരു ഗൾഫ് മുഴുവൻ ഉണ്ടല്ലോടാ. അതെ അതെ, ഇതൊക്കെ എന്റെ ഷർട്ടിനകത്ത് എങ്ങനെ ഒന്നാന്തോ. ഞാൻ വിളിക്ക്. നീ വിളിക്ക്. ഞാനോ? വിളിക്കടാ. ആ, ആഹാ, ചവിട്ടി തുറക്കടാ. ആരാ? ഞാൻ തന്നെ. തുറക്ക്. നല്ല കോലത്തിലാണല്ലോ. നാട്ടുകാർ കാണണ്ട, അകത്തേക്ക് കയറ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രായമായ പെമ്പിള്ളേരുള്ള വീടായത്. കുടിച്ച് കൂത്താടലൊന്നും ഇവിടെ നടക്കില്ല. മാനവും മര്യാദയും കളയാതെ ഇത്രയും കാലം ജീവിച്ചു, പിള്ളേരെയും വളർത്തി. ഇനി ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാനവും മര്യാദയെ പറ്റി നീ പറയാതെ വലിയ ശീലാവധി. ഞാൻ പോയപ്പോ നിനക്ക് എത്രയാണ് കൊച്ചുങ്ങള്? ഒന്ന് എവിടുന്ന് വന്നിട്ട് രണ്ടാമത്തെ? നിർത്തുന്നുണ്ടോ? 18 വർഷം കഴിഞ്ഞ് വന്നിരിക്കുന്നു ഭാര്യയുടെ പാതിവൃത്തി അളക്കാൻ. കേറി പോയില്ലേ അവത്തി രണ്ടും? പറയണോ ഞാൻ പഴയ കഥകളൊക്കെ? വേണ്ട, പറയിക്കണ്ട. കുട്ടികൾക്ക് അച്ഛന് വേണമെന്ന് പറഞ്ഞപ്പോ മുതൽ പഴയതെല്ലാം മറന്നുപോയെന്ന് എന്നോട് തന്നെ ഞാൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അതൊന്നും മറക്കാൻ കഴിയാത്തത് കൊണ്ടാ ഇന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് ചിരിക്കാൻ സാധിക്കാത്തത്. സംശയം ബാക്കി വല്ലതുണ്ടെങ്കിൽ പുലരാൻ നിൽക്കണമെന്നില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ ശിവന്റെ വീട് ഏതാ? ആ കാണുന്നതാ. താങ്ക് യു. അല്ല, ഇതെന്താ ഈ വഴിയൊക്കെ? നാട്ടുകാർക്ക് മുഴുവൻ ശിവേട്ടൻ ഇപ്പൊ വലിയ ഹീറോ അല്ലേ, വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഹീറോ റീത്തുമായിട്ട് വരേണ്ടി വന്നേനെ. അയാള് നെഞ്ചത്തൂടെ ജീപ്പ് ഓടിച്ച് കയറ്റാതിരുന്നത് കാരണവന്മാരുടെ പുണ്യം. വീട്ടിൽ നിന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. വന്നപ്പോഴേ അറിഞ്ഞു നാട്ടുകാർ മുഴുവൻ ശിവേട്ടന്റെ കൂടെയാണെന്ന്. അഭിവാദ്യങ്ങൾ അർപ്പിച്ചേക്കാമെന്ന് കരുതി ഇറങ്ങി. ഇരുന്നിട്ടും ആകാം. ചേട്ടന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? ഉണ്ടേ, ദേ അവിടെ അകത്ത് കിടപ്പുണ്ട്. രാത്രി മുഴുക്കെ അലർച്ചയെ നിലവിളിയായിരുന്നു. നേരം വെളുത്തിട്ടാ ഒന്ന് കിടന്ന. അയ്യോ, എന്ത് പറ്റി? എന്തു പറ്റാൻ, അവന്റെ ഒടുക്കത്തെ ഒരു കവിത എടുത്തു. അത് ശരി. പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? ഇവന്റെ ഈ ഉപദ്രവം ഒഴിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല. അതെ, ഈ അടുത്ത വീട്ടിലാരാ താമസം? നമ്മുടെ ബോർഡിൽ തന്നെ ഉണ്ടായിരുന്നതാ നാരായണൻ കുട്ടിയേട്ടൻ. പക്ഷെ അങ്ങേര് ഭാഗ്യവാനാ, പണ്ടേ ജോലി ഉപേക്ഷിച്ച് ഗൾഫിൽ പോയി. 18 വർഷത്തിന് ശേഷം ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി അദ്ദേഹത്തിന്റെ മകളായിരിക്കും അല്ലേ? ഏത് കുട്ടി? ഒരു സാരിയൊക്കെ കൊടുത്ത് നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി. അവിടെ അങ്ങനെ ഏതാണൊരു കുട്ടി? ഞാനിപ്പോ വഴി ചോദിച്ച കുട്ടി. ഓ, അത് ലക്ഷ്മി. എന്ത് ചെയ്യുന്നു ആ കുട്ടി? പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, നമ്മുടെ പ്രേമന്റെ കോളേജിലെ. പ്രീ ഡിഗ്രിയോ? ഇത് അതിനേക്കാൾ പ്രായം തോന്നിയിരുന്നു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. പ്രേമം പറയുന്നത് അവരുടെ കോളേജിൽ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടി ലക്ഷ്മിയാണെന്നാണ്. ഈ ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മെച്യൂരിറ്റി കുറച്ച് കൂടും, അത് നല്ലതാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറിപ്പോ കണ്ടതേ ഇത്തിരി വെളുത്ത് മെലിഞ്ഞ് പൊക്കമുള്ള ഒരു പെൺകുട്ടിയല്ലേ? അതെ. ഓഹോ, അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടോ? അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ട്. അതും എന്റെ കോളേജിൽ തന്നെ. പ്രീ ഡിഗ്രി അല്ല, ഡിഗ്രി. അതും നല്ല ബ്രില്യന്റ്. പേര് പാർവതി. കറക്റ്റ്. അതാ ഞാൻ പറഞ്ഞത് കുറെ കൂടി മെച്ചൂർഡ് ആണെന്ന്. അല്ല, എന്താ സാറേ കാര്യം? ഹേയ്, ഒന്നുമില്ല. കണ്ടപ്പോ അന്വേഷിച്ചെന്ന് മാത്രം. നല്ല കുട്ടി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നമ്മുടെ കൂട്ടിൽ തന്നെ അല്ലേ അവര്?
സുഭദ്രയോ? തേടിയ വള്ളി കാലു ചുറ്റുപോലെയായി. എന്താ തമ്പുരാട്ടി? ഹേയ്, ഒന്നുമില്ല. സുഭദ്രയുടെ കാര്യം വല്യ തിരുമേനി എപ്പോഴും പറയാറുണ്ട്. ഇത്രയും ധൈര്യമുള്ള ആണുങ്ങൾ പോലും ഈ നാട്ടിലില്ലാത്രേ. എന്ത് ധൈര്യം തമ്പുരാട്ടി? ആരും ഇല്ലാതാവുമ്പോ ധൈര്യമെല്ലാം താനേ വരും തമ്പുരാട്ടി. അത് ശരിയാ. വരിക, ഒന്നില്ലത്ത് കയറിട്ട് പോവാം. അയ്യോ, പിള്ളേർക്ക് ക്ലാസ്സിൽ പോകാനുള്ളതാ. പെട്ടെന്ന് പോകാന്നേ. വന്നോളൂ. വേണ്ട തമ്പുരാട്ടി, ഇനി ഒരിക്കലാവാം. സാരില്ലേ സുഭദ്രയെ, വന്നോളൂ. അല്ല, ഇതാര്? സുഭദ്രാമ്മ ഈ വഴിയൊക്കെ മറന്നു അല്ലേ? ഞാൻ കൈയോടെ കൂട്ടി പോന്നു. നന്നായി. അകത്തേക്ക് ചെല്ലൂന്നേ. വന്നോളൂ. ഉം. ഉം. അല്ല, കുറുപ്പ് സാറല്ലേ ഇത്? അപ്പോ നാരായണൻകുട്ടി എന്നെ മറന്നിട്ടില്ല. കൂടെ വർക്ക് ചെയ്തവർക്ക് ആർക്കെങ്കിലും സാറിനെ മറക്കാൻ പറ്റുമോ? ഇരുന്നാട്ടെ. ആരാ മനസ്സിലായില്ലല്ലോ? നമ്മുടെ പുതിയ ജയിയ പറഞ്ഞ നാരായണൻകുട്ടി അറിയും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാധവ മേനോൻ സാറിന്റെ മകനാ. ആ, അങ്ങനെ വരട്ടെ. അതാ മുഖം കണ്ടപ്പോഴേ എനിക്കൊരു പരിചയം തോന്നിയത്. ഞാൻ എന്തായി കേൾക്കണ തിരുമേനി? ഈ മനയുമായിട്ട് ഇല്ലിക്കൽ മനയുമായിട്ടൊരു ബന്ധമോ? ഇതൊക്കെ വിശ്വസിക്കാമോ തമ്പുരാട്ടി? ഇതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ആലോചിച്ച് പറഞ്ഞാ മതി. ഞങ്ങള് നിർബന്ധിച്ചു എന്ന് കരുതണ്ട. ഒന്നും ആലോചിക്കാനില്ല. 100 വട്ട സമ്മതം. അല്ല, നാരായണൻകുട്ടിയോട് ആരോടും വേണ്ട. 18 വർഷം അവളെ വളർത്തിയത് ഞാനാ. ഞാൻ പറയുന്നു സമ്മതം. ഇതിലിപ്പോ സമ്മതം ചോദിക്കേണ്ട കാര്യം എന്താ? മാധവ മേനോൻ സാറിന്റെ കുടുംബവുമായിട്ടൊരു ബന്ധം പുണ്യമല്ലേ? പുണ്യം. എന്നാ അങ്ങനെ തന്നെ. കുട്ടികൾ 2 കോളേജിൽ പോയി. സുഭദ്രയാണെങ്കിൽ അമ്പലത്തിലേക്ക്. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിൽ നിങ്ങൾ വന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം പോലും. ഹേയ്, അത് സാരമില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ. അതിന് ഇനിയും വരാലോ, കാരണവന്മാരെയും കൂട്ടി കാര്യമായിട്ട്. അതെപ്പോഴാ വേണ്ടേ? ഒക്കെ നിങ്ങളുടെ സൗകര്യം. എന്തിനാ നീട്ടണേ? ഈ ഞായറാഴ്ച തന്നെ ആയിക്കോട്ടെ. എന്താ? അതെ, ബുദ്ധിമുട്ടാവില്ലല്ലോ. അയ്യോ, ഒന്നുമില്ല. എന്നാ അങ്ങനെ തന്നെ. ഓ,